ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സച്ചൂസ് പ്ലാനറ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. വെരി ഈസിയാണ്. ഈവനിങ്ങിനും ഇഫ്താറിനും പറ്റിയ സ്നാക്കാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഉള്ളി ഏറ്റുണ്ടാക്കിയൊരു ഉള്ളിവട, അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിനായി വേണ്ട വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ സ്കിന്നൊക്കെ കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി ഇത് എന്തൊക്കെ വെജിറ്റബിൾസ് വേണം നോക്കാം. അപ്പം ഞാൻ 4 സവാള എടുത്തിട്ടുള്ളത്, പിന്നെ അതിന് 8 പച്ചമുളക്, പിന്നെ 2 ഇല്ലി കറി ലീവ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചക്ക എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാൻ പോവാം. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യണേ. പക്ഷെ ഉമ്മ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യണേ. ഞാനിപ്പോൾ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്യണേ. നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ നല്ല നൈസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾക്ക് കറി ലീവ്സ്, ഇതിൻ്റെ ലീവ്സ് മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ കറി ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലതും നമുക്ക് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യണം. ബൗളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വലിയ ബൗള് എടുക്കുക. പിന്നെ നമ്മൾക്ക് കുറച്ച് പൗഡേഴ്സൊക്കെ ഇടാനൊക്കെ ഉണ്ട്, പിന്നെ മിക്സ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് കുറച്ച് വലിയ ബൗൾ എടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ വെജിറ്റബിൾസ് എല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിലേക്കുള്ള പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം 4 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ഒരു ക്രിസ്പിനെസ്സിനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് മുഴുവനും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രണ്ട്സ്, കൂടുതൽ കടലമാവ് ഇടുക, അതിൻ്റെ കുറച്ച് മൈദപ്പൊടി ഇടുക, അതിൻ്റെ കുറച്ചാണ് നമ്മൾ അരിപ്പൊടി ഇടേണ്ടത്. ഇനി നമ്മൾക്ക് അടുപ്പത്ത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾസ് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളെ മിക്സ് ഇതിലേക്ക് കുറച്ചായി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കൈമക്ക് എണ്ണ തെറിക്കും. ഇത് ഇങ്ങനെ ബബിൾസായി ഇങ്ങനെ എണ്ണ പോകുന്നത് കണ്ടില്ലേ, അതുകൊണ്ട് വേഗം തെറിക്കും. നമ്മൾ ശ്രദ്ധിക്കണം ഇട്ട് കൊടുക്കുമ്പോൾ. ഈ പാന് നിറച്ചും ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് വീട്ടിൽ നോമ്പ് തുറക്കാൻ ഗസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് തോന ഉണ്ടാക്കിയത്.
നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് ഉണ്ടാക്കാവുന്നതാണ്. നമ്മളിതാ പാന് നിറച്ചും മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈ സൈഡ് ഫ്രൈ ആവുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇത് നല്ല ഗോൾഡ് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നല്ല സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇത് എണ്ണയൊക്കെ ഒന്ന് പോവണം. ഇനി എന്താ നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടി കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായോ? എങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ